Hi friends, Viniz വാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഏലാഞ്ചിയാണ്. അതിനായിട്ട് 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. സാധാരണ ഇത് മൈദ വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. ആ ഒരു ടേസ്റ്റ് തന്നെ ഈ റവ വെച്ചുണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടും. ഇനി ഈ റവയിലേക്ക് നമ്മൾ ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു മഞ്ഞ കളർ കിട്ടുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം. ഒന്നുകിൽ ഒരു 5 മിനിറ്റ് അവിടെ വെച്ചിട്ട് അതൊന്ന് കുതിരുമ്പോൾ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇപ്പം തന്നെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒട്ടും തരിയില്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തുകൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ലൂസ് കൺസിസ്റ്റൻസി ഉണ്ട്. ഇങ്ങനത്തെ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കണം. അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അരമുറി തേങ്ങയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇപ്പോൾ ഇത്തിരി ഫില്ലിങ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് തേങ്ങയിൽ പിടിക്കണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ആ തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. ആ തേങ്ങയുടെ കളർ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് റേസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 നട്ട്സും 5-6 റേസിൻസും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നട്ട്സ് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അധികം മൊരിഞ്ഞു പോരുത്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ആദ്യമേ ഈ ഫ്രൈ പാനിലേക്ക് തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അത് എടുക്കാൻ ഭയങ്കര ചുരുട്ടാനും കൈ പൊള്ളു, അടിയിൽ ചൂടുണ്ടല്ലോ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചുരുട്ടി കൊടുക്കാം. ആ സമയം നമുക്ക് അടുത്തത് ഒഴിച്ചിട്ട് വേണം ചുരുട്ടി കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് ചുരുട്ടി കഴിയുമ്പോൾ അതാവുമല്ലോ. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇത് ചുരുട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക. ഒരു പകുതി വരെ ആകുമ്പോൾ ഒന്ന് സൈഡൊന്ന് മടക്കി കൊടുക്കുക. അപ്പുറത്തെ സൈഡും മടക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് വീണ്ടും ചുരുട്ടി കൊടുക്കുക. ഇപ്പോൾ ഒരെണ്ണം റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് ചുരുട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അതും പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഫില്ലിങ് വെച്ച് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 9 എണ്ണം കിട്ടിയായിരുന്നു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെങ്കിലും പറയാം. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.